അടുത്ത ടോപ്പിക്കാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. സോ ഹ്യൂമൻ ജീനോമിൽ പറയുന്നത് നമുക്കറിയാം നമ്മുടെ ബോഡിയിലെ എല്ലാ ഡി എൻ എയും, സോ ഓൾ ദ ഡി എൻ എ നമ്മൾ കാണുന്ന സെല്ലിലുള്ള എല്ലാ ഡി എൻ എനെയും നമ്മൾ ജീനോം എന്ന് പറയും. ഓൾ ദ ടോട്ടൽ ഡി എൻ എ കണ്ടന്റിനെ നമ്മൾ ജീനോം എന്ന് പറയുന്നു. സോ നമ്മുടെ 23 ഡിഫറെൻറ്റ് ക്രോമസോംസുകളൊക്കെ നമ്മുടെ ഡി എൻ എയിൽ പാക്ക് ചെയ്ത് ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോം ആയിട്ടിരിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഹ്യൂമൻ ജീനോം എന്ന് പറയുന്നത്. സോ നമ്മുടെ ജീനോമിനെ നമുക്ക് ഡിസിഫർ ചെയ്യാൻ, വ്യാഖ്യാനിക്കാൻ പറ്റും ഒരു ജനറ്റിക് സ്ക്രിപ്റ്റിൽ. നമ്മുടെ എല്ലാ ടോട്ടൽ ഡി എൻ എ കണ്ടൻ്റ് ആയിട്ടുള്ള ആ സെല്ലുകളിൽ കാണുന്ന ഡി എൻ എനെ നമുക്ക് എന്ത് ചെയ്യാം, ജനറ്റിക് സ്ക്രിപ്റ്റായിട്ട് നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം, അതിനെ വിവരിക്കാൻ പറ്റും. സോ അതിന് ഉള്ള ഒരു പ്രോജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. സോ സീക്വൻസസ് ഓഫ് ബേസസ് ഇൻ ഡി എൻ എ, സീക്വൻസ് ഓഫ് ബേസ് നമ്മൾ ഏതാണെന്ന് പറഞ്ഞാൽ നൈട്രോജീനസ് ബേസിൽ, ഡി എൻ എയിൽ കാണപ്പെടുന്ന നൈട്രോജീനസ് ബേസ് സീക്വൻസുകൾ എന്ന് പറഞ്ഞതാണ് ഡിറ്റർമിൻ ജനറ്റിക് ഇൻഫർമേഷൻ ഓഫ് എൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ ജനറ്റിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താ, ആ ഓർഗാനിസത്തിൻ്റെ ബോഡിയിലുള്ള നൈട്രോജീനസ് ബേസ് സീക്വൻസ് ആണ്. എന്ത് നൈട്രോജീനസ് ബേസ് സീക്വൻസ് ആണോ അതാണ് ആ ഓർഗാനിസത്തിൻ്റെ ജനറ്റിക് ഇൻഫർമേഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ രണ്ട് ഇൻഡിവിജ്വൽ തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഈ സീക്വൻസ് ഓഫ് ബേസുകളിൽ എവിടെയെങ്കിലും അറ്റ്ലീസ്റ്റ് ചില സ്ഥലങ്ങളിലെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കും. സോ അതാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലേക്ക് ലീഡ് ചെയ്തത്. എന്തായിരിക്കും ഒരു ഹ്യൂമൻ ബീങ്ങിനെ മറ്റൊരു ഹ്യൂമൻ ബീങ്ങിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്നത്, എവിടെ ഏത് ഭാഗങ്ങളിലുള്ള ആ സീക്വൻസുകളിലാണ് ചേഞ്ച് കാണപ്പെടുക. സോ അങ്ങനെയാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഓൾ ടുഗദർ പറയുകയാണെങ്കിൽ ജനറ്റിക് മേക്കപ്പ് ഓഫ് എൻ ഓർഗാനിസം, ഒരു ഓർഗാനിസത്തിൻ്റെ ജനറ്റിക് മേക്കപ്പ് എവിടെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ ഡി എൻ എ സീക്വൻസുകളാണ്. സോ ഒരു ഓർഗാനിസത്തിൻ്റെ ജനറ്റിക് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഡി എൻ എ സീക്വൻസാണ്. സോ ഡി എൻ എ സീക്വൻസിൻ്റെ ആ ഡിഫറൻസ് ആണ് ഒരു ഇൻഡിവിജ്വലിനെ മറ്റൊരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ്ങിനെ മറ്റൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് ഡിഫർ ചെയ്യുന്നത്. സോ നമ്മുടെ ഹ്യൂമൻ ബീങ്ങിൻ്റെ ടോട്ടൽ ഈ 23 ക്രോമസോമിനെ നമ്മൾ ഈ പറഞ്ഞ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വഴി ആ സീക്വൻസുകൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. ആ പ്രോജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഡി എൻ എ സീക്വൻസുകൾ നമ്മൾ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ സീക്വൻസുകൾ എന്തിനാണ് കോഡ് ചെയ്യണതെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. സോ ഇതൊരു മെഗാ പ്രോജക്റ്റാണ്. HGP ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, HGP ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് അഥവാ HGP, അതിൻ്റെ ഷോർട്ട് ഫോമാണ് HGP. അതൊരു മെഗാ പ്രോജക്റ്റാണ്. ഒരു 13 വർഷം 13 ഇയർ എടുത്തിട്ടുള്ള ഒരു വലിയ പ്രോജക്റ്റായിരുന്നു ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. സോ നമ്മുടെ ഹ്യൂമൻ ജീനോമിൽ ടോട്ടൽ ഡി എൻ എ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 3 × 10⁹, ആ ഹാപ്ലോയിഡ് കണ്ടൻറ്റ് നമ്മൾ പറഞ്ഞ 23 ക്രോമസോം ഹാപ്ലോയിഡ് സെറ്റ് 3 × 10⁹ ബേസ് പെയറാണ്. സോ ഇങ്ങനെയാണെങ്കിൽ ഈ ഓരോ ഡി എൻ എ സീക്വൻസുകളെയും നമ്മൾ സീക്വൻസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് വരുന്നത്, കോസ്റ്റ് ഓഫ് സീക്വൻസിങ് $3 വരുന്നത് $3 ഒരു ബേസ് പെയറിന് അവർ ഈടാക്കിയത്. ആ സ്റ്റാർട്ടിങ് ചെയ്ത സമയത്ത് തുടങ്ങിയത് 3 ബേസ് പെയറാണ് ഈ ഡി എൻ എ സീക്വൻസുകളെ കോസ്റ്റ്, അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. സോ കോസ്റ്റ് ഓഫ് സീക്വൻസ് നമ്മുടെ ഹൈഡ്രോജൻ ബേസുകളുടെ നമ്മൾ പെർ ബേസ് പെയർ നമ്മൾ അതിന് ചിലവാക്കേണ്ടിയിരുന്ന പൈസ ഏതായിരുന്നു, $3. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഈ 3 × 10⁹ ആ ഹാപ്ലോയിഡ് കണ്ടൻറ്റിനെയും നമ്മൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ എത്രയാണ്, $9 ബില്യൺ ആണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, $9 ബില്യൺ. അങ്ങനെ നമുക്ക് ഇൻ കേസ് ഈ പറഞ്ഞ എല്ലാ സീക്വൻസുകളെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ സീക്വൻസുകളെ നമുക്കൊരു ബുക്ക് ഫോമിലാണ്, ഇൻ കേസ് നമ്മളൊരു ബുക്ക് ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ, ഒബ്റ്റെയിൻഡ് സീക്വൻസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു ബുക്കിലാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു പിക്ചറാണ്. ഓരോ പേജിലും 1000 ലെറ്റർ, 1000 ലെറ്റേഴ്സ് ഓരോ പേജിലും. അങ്ങനത്തെ ഓരോ ബുക്കും, അങ്ങനെ എത്ര ബുക്ക്, ഓരോ ബുക്കിലും എത്ര പേജ് ഉണ്ടാവും, 1000 പേജ്. ഒരു പേജിൽ 1000 ലെറ്റർ, അങ്ങനെ ഒരു ബുക്കിൽ 1000 പേജ്. അങ്ങനെ ടോട്ടൽ ഈ ഡി എൻ എ സീക്വൻസിങ് കഴിയുമ്പോൾ അറൗണ്ട് 3300 അതുപോലത്തെ ബുക്കുകൾ വേണം. നമ്മുടെ ഈ ഹ്യൂമൻ ജീനോമിൻ്റെ എല്ലാ സീക്വൻസുകളും ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ 3300 ആയിട്ടുള്ള അത്രയും ബുക്സുകളിൽ 1000 ലെറ്ററുള്ള ഒരു പേജ്, ഒരു ബുക്കിൽ 1000 പേജുകളുള്ള അങ്ങനെ ബുക്കുകൾ സ്റ്റോർ ചെയ്യണം. 3300 ബുക്കുകൾ വേണ്ടി വരും. അങ്ങനെ ഇൻഫർമേഷൻ ഡി എൻ എ സീക്വൻസുകൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു സിംഗിൾ ഹ്യൂമൻ സെല്ലിലെ ഡി എൻ എ സീക്വൻസ് സ്റ്റോർ ചെയ്യണ കാര്യമാണ് പറയുന്നത്. സോ എത്ര ഇനോമസ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് നമുക്ക് വേണം. സോ പക്ഷേ നമുക്ക് ഒരുപാട് ഹൈ സ്പീഡായിട്ടുള്ള കമ്പ്യൂട്ടർ ഡിവൈസുകളുണ്ട്. സോ അതിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് വളരെ ഈസി ആയിട്ട് ഡാറ്റ സ്റ്റോറേജും
റിട്രീവലും അല്ലെങ്കിൽ അതിൻ്റെ അനാലിസിസും ഒക്കെ സാധ്യമായി. പിന്നെ അതിനെ സഹായിച്ച വേറൊരു ഏരിയയാണ് ബയോ ഇൻഫർമാറ്റിക്സ്. ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിക്കൽ ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യാനും അതിൻ്റെ പർപ്പസിന് വേണ്ടിയുള്ള കമ്പ്യൂട്ടർ ടെക്നോളജിയാണ്. സോ നമ്മുടെ ബയോളജിക്കൽ ഇൻഫർമേഷൻ കമ്പ്യൂട്ടർ ടെക്നോളജി വഴി എങ്ങനെ മാനേജ് ചെയ്യാം, അതാണ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ബയോളജിയുടെ ന്യൂ ഏരിയയാണ്, ന്യൂ ഒരു ബ്രാഞ്ച് തന്നെയാണ്. സോ അതിൻ്റെ സഹായത്തോടു കൂടി പിന്നെ DNA ഐസൊലേറ്റ് ചെയ്യാനായിട്ട് ജനറ്റിക് എഞ്ചിനീയറിംഗ് വന്നു, അതിന് ക്ലോൺ ചെയ്യാനായിട്ട് ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്സ്. ഇതൊക്കെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനെ ഒരുപാട് സഹായിച്ചു.